നമസ്കാരം. ചെറിയാതെ വയ്യ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും 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 സ്വാഗതം ഏൽക്കുകയാണ്. നോക്കൂ, ഇന്ന് ആദ്യമേ തന്നെ നമ്മൾ ചൊറിയാൻ പോകുന്നത് ഭാരതത്തിന്റെ 42 ജവാന്മാരെ നഷ്ടപ്പെട്ട പുൽവാമ ആക്രമണം എന്നുള്ളത്. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ CRPF ജവാന്മാരുടെ ആ ഒരു നിശ്ചലമായിട്ടുള്ള നമ്മുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഭാരതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വത്തും മുതലും എല്ലാം നമ്മൾ സുഖമായി കിടന്നുറങ്ങുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നിടത്താണ് ധീര ജവാന്മാരുടെ മൂല്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ഇവിടെ പലരും, പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസുകാർക്കൊക്കെ ഈ പട്ടാളക്കാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഏത് രീതിയിലാണ് അവരെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഓരോ വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ പട്ടാളക്കാരുടെ വില അറിയണം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ അതിർത്തി ഗ്രാമങ്ങളിൽ ജീവിച്ച് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് പട്ടാളക്കാർ അനുഭവിക്കുന്ന അവരുടെ തീക്ഷ്ണ അനുഭവങ്ങൾ നമുക്കറിയാം. ഒരു പ്രവാസിയാണെങ്കിൽ, ഗൾഫിലുള്ള ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് ടിക്കറ്റിന് പൈസ ഉണ്ടെങ്കിൽ അയാളുടെ അറബി സമ്മതിക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചു പറയാം. ഇനിയും വിസ ക്യാൻസൽ ചെയ്ത് അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. പക്ഷെ ഒരു പട്ടാളക്കാരൻ അയാൾക്ക് വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷം 3 വർഷമൊക്കെ കൂടുമ്പോൾ കിട്ടുന്ന തുച്ഛമായ ലീവുകൾക്ക് നാട്ടിൽ വരുന്നതും, നാട്ടിൽ വന്നിട്ട് അതിനുശേഷം അവരുടെ ജീവിത ദുരിത കഥകളൊക്കെ നമ്മൾക്കറിയാം. ഇവിടെ കേരളത്തിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പട്ടാളക്കാരൻ എന്ത് തേങ്ങയാണ്, അവന് ശമ്പളം കൊടുത്തിട്ടല്ലേ അവൻ അവിടെ ജോലി ചെയ്യുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് നീയൊന്നും പട്ടാളക്കാരനായിട്ട് അവിടെ അതിർത്തിയിൽ പോയി സേവനം അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരുപാട് ഞൊട്ടി ന്യായങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും ഒരു പട്ടാളക്കാരന്റെ മകൾ എന്നുള്ള നിലയ്ക്ക് കൂടി ജാമത ടീച്ചർക്ക് ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടും അഭിമാനിക്കാൻ ഒരുപാട് ഏറെയുണ്ട്. ഇന്ന് ഈ വിഷയം പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, പത്തനംതിട്ടയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആന്റോ ആന്റണി, ഈ ആന്റോ ആന്റണി നടത്തിയിട്ടുള്ള ഇന്നത്തെ ഒരു പ്രസ്താവനയുണ്ട്. അയാൾ പറഞ്ഞു കളഞ്ഞിരിക്കുന്നു, ഈ പാകിസ്ഥാന്റെ ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ 42 പട്ടാളക്കാരെ നമ്മൾ തന്നെയാണ് കൊന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അയാൾ ഇറക്കിയിരിക്കുന്നത്. അതിലൂടെ കൃത്യമാണ്, വ്യക്തമാണ് ആരുടെ കൂടെ പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്നാണ് അയാൾ ചോദിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കും, എക്കാലത്തെയും ഭാരതത്തിന്റെ തീരാമുറിവായിട്ടുള്ള രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ, നമ്മളെ ലോകത്തെ രാജ്യങ്ങളിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിലും ഏതൊക്കെ രീതിയിൽ ഭാരതത്തെ ദ്രോഹിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന കൊടും ഭീകര രാജ്യം, ആ ഭീകര രാജ്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് പാകിസ്ഥാന് കുടപിടിക്കുന്ന, ഈ ഇസ്ലാമിക ഭീകരന്മാർക്ക് കുടപിടിക്കുന്ന കോൺഗ്രസിന്റെ ആദ്യകാലം മുതൽ അവസാന കാലം വരെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ചരിത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയ്ക്ക് ശോഷിച്ച് ഇന്നിപ്പോൾ 40, 50, 100 പോലും തികയ്ക്കാനാവാത്ത രീതിയിലേക്ക് 6.5 പതിറ്റാണ്ട് ഭാരതം കട്ടുഭരിച്ച കോൺഗ്രസിന്റെ അവസ്ഥ എത്തിയത് എന്ന് അറിയുന്നതില് അതിലെ ഒരു മുഖ്യ ഘടകം തന്നെയാണ് ഈ പട്ടാളക്കാരും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കുമൊക്കെ ഇവർ നൽകിയിട്ടുള്ള വില എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ടീച്ചറെ, എങ്ങനെയാണ് ടീച്ചർ ഇയാളുടെ ഈ ഒരു പ്രസ്താവന, ആന്റോ ആന്റണിയുടെ ഈ ഒരു കൊടൂര പ്രസ്താവന, ഒരു ഭീകര രാജ്യത്തിന് വേണ്ടി തന്റെ രാജ്യത്തെ ഉറ്റുകൊടുത്തുകൊണ്ടുള്ള, തന്റെ രാജ്യത്തെ ധീര ജവാന്മാർ, നമ്മുടെ വീര ജവാന്മാർ 42 ജവാന്മാരാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടത്, അവരെ അവഹേളിച്ചുകൊണ്ട്, രാജ്യത്തെ അവഹേളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയെ ടീച്ചർ എങ്ങനെയാണ് കാണുന്നത്? നമ്മള് എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. നമുക്കറിയാം, നമ്മൾ ഈ പത്രമാധ്യമങ്ങള്, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ പട്ടാളക്കാരോട് പൊതുവില് നമ്മുടെ കേരള പോലീസും അതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികളും സമീപിച്ചു വരുന്ന ചില സമീപനങ്ങൾ നമുക്കറിയാം. അത് ഒന്നാമത്തെ കാര്യം, പട്ടാളക്കാരെ വളരെ പട്ടിയെ പോലെ കാണുന്ന ഒരേ ഒരു സംസ്ഥാനം ഒരുപക്ഷെ കേരളമായിരിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, കേരളം ഒരു രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് ആകുലതകളില്ല, വേദനകളില്ല, പ്രയാസങ്ങളില്ല, നമുക്കതിനെ കുറിച്ച് അറിയില്ല. പക്ഷേ ഈ നമ്മുടെ കേരളം ഒഴികെ പഞ്ചാബ്, കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കിയാല് പട്ടാളക്കാരുടെ ചിത്രം അവരുടെ പൂജാമുറികളിലാണ് വെച്ചിട്ടുള്ളത്. കാരണം രാജ്യം അവരവിടെ നെഞ്ചു വിരിച്ചു നിന്ന് കാക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ നിർഭയമായി ജീവിക്കാൻ കഴിയുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയാൻ കഴിയുന്നത്. പലപ്പോഴും പട്ടാളക്കാരെ കയ്യിൽ കിട്ടിയാൽ പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാരുടെ വാർത്തകൾ നിരന്തരം അറിയുകയും കാണുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഇന്ന് പിന്നെ ഏതു വിഷയത്തെ കുറിച്ച് പ്രതികരിക്കണമെങ്കിലും ശരി, അവിടെ ജാതിയും മതവും പ്രധാനപ്പെട്ട ഫാക്ടറായി വരുവാണ്. ഞാനാണെങ്കിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് 2-3 കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ് തോക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. കാരണം
അവര് പോകുന്ന രാജ്യവിരോധം ഏത് രൂപത്തിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി ആയിരുന്നാലും രാജീവ് ഗാന്ധി ആയിരുന്നാലും മാറി മാറി വന്ന അപ്പനും മകളും തന്തയും എല്ലാം കൂടി മുസ്ലിം ഭീകരരെ ഏത് രൂപത്തിലാണ് സുഖിപ്പിച്ച് മുന്നോട്ട് പോയത് എന്ന് നമുക്കറിയാം. പട്ടാളക്കാർക്ക് വേണ്ടുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള പരിഗണനകൾ ഇവര് നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം, രാഹുലും കോൺഗ്രസും ഒക്കെ വിളിച്ചു കൂവി നടന്ന ഒരു കാര്യമുണ്ടല്ലോ, ജാതി സെൻസസ്. മറ്റു ഭാരതത്തിലെ ജനങ്ങളെ, പ്രധാനമായും ഹിന്ദുക്കളെ വീണ്ടും ജാതി കൊണ്ട് വിഭജിക്കാൻ മാത്രമാണ് എന്ന് ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മനസ്സിലായി അവരുടെ അസുഖം, ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി എല്ലാ മതങ്ങളിലും രാജ്യങ്ങളിലും ജാതിയും മതവെറിയും വിവേചനവും ഒക്കെ ഉണ്ട്. കറുപ്പൻ വെളുപ്പൻ എന്ന വർണ്ണ വിവേചനങ്ങളൊക്കെ ഉണ്ട് എന്ന് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഭവമൊന്നുമല്ല ഇത്. മധ്യപ്രദേശിലെ OBC ബെൽറ്റുകളില് BJP മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് കർണാടകയിൽ അത് തൽക്കാലം ജയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പില് ആ കോൺഗ്രസ് കപടതയെ പൊളിക്കാൻ സാധിച്ചു എന്നത് വലിയ ഒരു വിജയം തന്നെയാണ്. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് മുമ്പിൽ ഒരു എതിരാളിയല്ല എന്ന് നമുക്കറിയാം. ഒരു വേദിയില് പെങ്ങളോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ പലവട്ടം ഉമ്മ വെക്കുന്ന ഒരു വീഡിയോ വല്ലാതെ വൈറലായിരുന്നു. എന്ത് കോമാളിത്തരമാണ് കാണിക്കുന്നത്. എല്ലാവർക്കും സഹോദരങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ ഇങ്ങനെ ജോഡോ യാത്രയ്ക്കൊടുവിൽ കാണിച്ച കാശ്മീരിൽ പോയി മഞ്ഞിനകത്ത് കിടന്ന് കളിച്ചതൊക്കെ നമുക്കറിയാം. എന്താണ് ഒരു കുട്ടിക്കളിയോ? ചുമ്മാ ഒന്നുമല്ല ആളുകൾ പപ്പു പപ്പു എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും നരേന്ദ്രമോദിക്ക് ഒരു എതിരാളിയല്ല. ഇവരൊക്കെ തരാതരം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, മുസ്ലിങ്ങളോടൊപ്പമാണ് നമ്മൾ എന്ന് വരുത്തി തീർക്കുക. അതായത് അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന്റെ മുൻഗാമികളും അത് തന്നെയാണ് ചെയ്തത്. ഇപ്പോ രാഹുൽ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തെ കുറിച്ച് അർബൻ നക്സലൈറ്റുകളിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് തീർത്തും ലളിതമായ രാഷ്ട്രീയ കളികളാണ് കളിക്കുന്നതെന്ന് അവര് പോലും പറഞ്ഞു. പക്ഷെ കക്ഷിക്കിനെയും മനസ്സിലായിട്ടില്ല രാജ്യത്തിനു വേണ്ടിയാണ് നമ്മൾ സേവിക്കേണ്ടത് എന്ന്. എന്നാ ചില ആളുകളുണ്ട് പാരമ്പര്യമായിട്ട് പിന്തുടർന്നു വന്ന ചില രീതികള്, അവരങ്ങനെ തന്നെ. ഇപ്പൊ ചൗക്കിദാർ ഹൈ എന്നൊക്കെ രാഹുല് സ്വാഭാവികമാണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന രീതികളാണ്. കേരളത്തിലും മാത്രമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും എന്തും പറയാം, എന്തും വിളിച്ചു പറയാം, ആരെയും ആക്ഷേപിക്കാം. പട്ടാളക്കാരെ പട്ടിയെ പോലെ കണ്ട് ചവിട്ടി തേക്കാം. ഇവിടെ ഒരു ചുക്കും നടക്കില്ല. കാരണം എന്താ? ഇവിടത്തെ രാജ്യസ്നേഹം എന്താണെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. എപ്പോ വേണമെങ്കിലും കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് ഭരണം നമ്മുടെ കയ്യിൽ കിട്ടുമെന്നാ. ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. കർണാടക ഇവർക്ക് കിട്ടിയതോടെ ഇവർ വിചാരിച്ചു രാജ്യം മുഴുവനും നമ്മുടെ കൈവെള്ളയിലാണ്, ഇനി നമുക്ക് രാജ്യം കാക്കുന്ന പട്ടാളക്കാരെ പോലും പട്ടിയെ പോലെ കാണാനും ചവിട്ടി തേക്കാനും പാകിസ്ഥാന് ജയ് വിളിക്കാനും ഒക്കെ കഴിയുമെന്ന് ഇവര് വിചാരിച്ചു. 60-70 കൊല്ലത്തോളം ഭരിച്ച കോൺഗ്രസിന്റെ ഒരു ഗതികേടാണ് നമ്മൾ ഈ കാണുന്നത്. വോട്ടവകാശമുള്ള വെറും 40% ഹിന്ദുക്കള് BJPക്ക് വോട്ട് ചെയ്താല് പാർലമെന്റിൽ 440 സീറ്റെങ്കിലും BJP നേടും. കേരളത്തിലെ കോൺഗ്രസിനും CPM-നും നമ്മുടെ മാധ്യമങ്ങൾക്കും ബുദ്ധിജീവികൾക്കും നവോത്ഥാന നായകന്മാർക്കും അന്തിച്ചർച്ചാ തൊഴിലാളികൾക്കും ഒക്കെ അറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. പശുക്കുട്ടിയെ നടു റോഡിൽ അറുത്തിട്ടും ഹമാസിന് വേണ്ടി ജാഥ നടത്തിയും ഹമാസ് തീവ്രവാദികളെ കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് അവർക്കൊരു സ്പേസ് ഉണ്ട് എന്ന് അറിയിച്ചുമിരിക്കുന്ന ആളുകൾ അവിലും മലരും കുന്തിരിക്കവും ഒക്കെ കരുതിക്കൊള്ളാൻ പറഞ്ഞതും രാമായണ മാസത്തില് അമ്പലമുറ്റത്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്നും കത്തിക്കുമെന്നും ഒക്കെ പറഞ്ഞതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാതിരുന്നപ്പോൾ നമുക്കറിയാം 20 സീറ്റ് മാത്രമുള്ള കേരളം ഭരിക്കാൻ മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവരറിയുന്നില്ല അതിന്റെ പരിണിത ഫലം ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത് എന്ന്. അവർക്കത് അറിയാത്തത് കൊണ്ടല്ല. ശരിക്കു പറഞ്ഞാല് നമുക്കറിയാം സർക്കാരിന്റെ, ഇപ്പൊ നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ തന്നെ മുസ്ലിം പ്രീണനം അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനിയും അവർക്ക് വിഷയങ്ങളില്ല മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ. ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ഈ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കിയാൽ ശേഷിക്കുന്ന നാളുകളിലെങ്കിലും നമുക്ക് സുരക്ഷിതരായി സമാധാനത്തോടെ
ബഹുസ്വരത അനുഭവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്കറിയാമോ, കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങള് ശബരിമല, പിന്നെന്താണ് പരുമല, എനിക്ക് വലിയ വശമില്ല കേട്ടാ, മലയാറ്റൂര്, പിന്നെന്താണ് വേളാങ്കണ്ണി, ഇവിടെയൊക്കെ പള്ളികളിൽ പോകുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഒരു ഇളവ് ലഭിക്കാറുണ്ടോ? ചാർജിന് ഒരു ഇളവ് കിട്ടാറുണ്ടോ? അത് ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ വലിയ വാർത്തയായി കൊടുക്കാറുണ്ടോ? ഇളവ് കിട്ടി, അതല്ലെങ്കിൽ ദാ ഇത്ര പേര് പോകുന്നുണ്ട്, ഇത്ര സംഘങ്ങളായി പോകുന്നുണ്ട്, ഇല്ല. പക്ഷേ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മറ്റൊരു രാജ്യത്തേക്ക് ഹജ്ജിന് പോകാൻ സർക്കാർ ഇളവ് കൊടുക്കുവാണ്. ഒരു പക്ഷപാതവും ഇല്ലാത്ത സർക്കാർ എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നതും. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതകളല്ല. ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. പക്ഷെ ആ ഹജ്ജ് കർമ്മത്തിന് സമ്പത്തുള്ളവൻ പോയാ മതി. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തു കൊടുത്ത് അവര് ഹജ്ജിന് പോകണ്ട. ഒന്ന്, ആരോഗ്യം ഉണ്ടാകണം. രണ്ട്, അവൻ അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകണം. ഇത് രണ്ടുമുള്ളവൻ പോയാ മതി. ഇതിന്റെ ഒക്കെ പിന്നില് യഥാർത്ഥമായ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഹിന്ദു മതത്തെ സംരക്ഷിച്ച് നിർത്തേണ്ടതല്ല, ഹിന്ദുക്കള് സംരക്ഷണം അർഹിക്കുന്നവരല്ല. കാരണം അവർക്ക് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമില്ല. അവരുടെ നേതാക്കന്മാര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി തന്നെ ഒരു ചിഹ്നത്തിന് കുത്തുന്ന ഒരു വിഭാഗത്തിന്റെ സംഘടിതമായ ഒരു സംഘടിത രൂപം നമുക്കിടയിലില്ല. അതുകൊണ്ട് ആര് എന്ത് പറഞ്ഞാലും ശരി, BJPക്ക് മാത്രമേ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ സാധിക്കൂ എന്ന് ഏതാണ്ട് എല്ലാ ഹിന്ദുക്കൾക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. രണ്ടാമതായി തുടങ്ങിയത് ആർഷഭാരത സംസ്കാരം, സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയുള്ള ചർച്ചകൾ വല്ലാതെ നമ്മുടെ നാട്ടിൽ അതിപ്രസരമായിട്ടുണ്ട്. അത് അനിവാര്യ